അഫ്ഗാനിസ്ഥാനിലെ ആക്ടിംഗ് വിദേശകാര്യ മന്ത്രി അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ നീണ്ട ചർച്ചയ്ക്ക് വരികയാണ്. അങ്ങനെ അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ വരുന്നതിന് ഒരു വലിയ ഉദ്ദേശമുണ്ട്. ഇപ്പോൾ നമ്മൾ പിൻ ഡ്രൈവ് സീറ്റിംഗ്, അത് പിൻ സീറ്റ് ഡ്രൈവിംഗ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളാണിപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നേ ഉള്ളൂ താലിബാന്. പിൻവാതിൽ നിയമനമൊന്നും കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞാൽ ബാക്ക് ഡോറാണ്. അങ്ങനെ ഒരു പിൻവാതിൽ പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പിൻവാതിൽ നയതന്ത്രം, ഒരു ബാക്ക് ഡോർ സ്ട്രാറ്റജിയാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുണ്ട്, നിങ്ങൾ അടിച്ചോളൂ എന്നുള്ളതാണ് എൻ്റെ നയം. പക്ഷേ അത് മുൻവാതിലാകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. ഡയറക്റ്റായി താലിബാനെ ഇന്ത്യ സപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. വർഷങ്ങൾ കൊണ്ട് താലിബാനും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ സംഘർഷത്തിലാണ്. താലിബാൻ ആദ്യം ഒരു തീവ്രവാദ സംഘടനയായിരുന്നു, പിന്നെ അത് മിതവാദ സംഘടനയായി. അത് അമേരിക്കയുടെ നല്ല സപ്പോർട്ട് താലിബാനുണ്ട്. അമേരിക്കയുടെ സപ്പോർട്ടോടുകൂടി താലിബാൻ അവിടെ, അതുപോലെ സൗദി അറേബ്യയുടെ സപ്പോർട്ടുണ്ട്, പല രാജ്യങ്ങളുടെ സപ്പോർട്ടുണ്ട്. ഈ സപ്പോർട്ടോടുകൂടി താലിബാൻ അവിടെ പുതിയൊരു സാമ്രാജ്യം തന്നെ തീർത്തിരിക്കുകയാണ് അഫ്ഗാനിസ്ഥാനിൽ. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന് നമുക്കറിയാം. 2025 മെയ് 15 ഓപ്പറേഷൻ സിന്ദൂർ നടന്നത്. അതിനുശേഷം ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് കാബൂളിലേക്ക് നമ്മൾ വിളിച്ചിരുന്നു. അതൊരു കോളായി ജയശങ്കർ വിദേശകാര്യമന്ത്രി ചോദിച്ചാൽ അതൊരു വെറുമൊരു വിളിയായി മാത്രമാണ് പറഞ്ഞിരുന്നെങ്കിൽ, ജയശങ്കർ വിദേശകാര്യമന്ത്രി ആയതിനു ശേഷം ആദ്യം അക്കാലത്ത് താലിബാൻ സർക്കാരുമായി ഉന്നതനുമായി സംസാരിച്ചൊരു വിഷയം അതായിരുന്നു. എന്താണ് ആ സംഭാഷണത്തിലെ ഔദ്യോഗിക വിഷയങ്ങളെന്ന് നമുക്കറിയില്ലായിരുന്നു. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ്റെ തലയ്ക്ക് പിന്നിലെ അടിയായി അഫ്ഗാനിസ്ഥാനിലെ ഇന്ത്യൻ പിൻവാതിൽ നയതന്ത്രം നിൽക്കുകയാണ്. എന്തായാലും ഇന്ത്യ പ്രത്യക്ഷ നയതന്ത്രത്തിലേക്ക് മാറാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതിനുള്ള നീണ്ട ചർച്ചയ്ക്കാണ് ഈ നമ്മുടെ അമീർ ഖാൻ മുത്തഖി ഡൽഹിയിൽ ഒരാഴ്ച നീളുന്ന സന്ദർശനത്തിന് വന്നപ്പോൾ പ്രധാനമന്ത്രിയുമായും വിദേശകാര്യമന്ത്രിയുമായും വിദേശകാര്യ മന്ത്രാലയവുമായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം വരുമല്ലോ. വലിയ ചർച്ചയായിരിക്കും ഡൽഹിയിൽ നടക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്രത്തിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, അതെങ്ങനെ പരസ്യമായി പ്രഖ്യാപിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. താലിബാൻ ഭരണകൂടവുമായി ഇന്ത്യക്കിപ്പോൾ ബന്ധം മെച്ചപ്പെടുത്താൻ എന്തൊക്കെയാണ് ഉണ്ടാവുക, ശത്രുവിനെ, അതായത് പാകിസ്ഥാൻ നമ്മുടെ ശത്രുവാണ്, ആ ശത്രുവിൻ്റെ ശത്രുവായ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിലെ അല്ലെങ്കിൽ താലിബാനെ എങ്ങനെ നമുക്ക് കൊണ്ടുവരാം എന്നാണ് ആലോചിക്കുന്നത്. ശത്രുവിനെ മിത്രമാക്കി അഫ്ഗാനിസ്ഥാൻ്റെ താലിബാൻ പ്രദേശത്ത്, താലിബാൻ മേഖലയെ നമ്മുടെ കൂടെ നിർത്തുകയും താലിബാൻ ഭരണകൂടത്തെ സപ്പോർട്ട് ചെയ്യുകയും അതിലൂടെ പാകിസ്ഥാൻ സൈന്യത്തിനും ഒരു പണി കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഓപ്പറേഷൻ സിന്ദൂർ സെക്കൻഡിൻ്റെ ഒരു അജണ്ട എന്ന് നാം തിരിച്ചറിയണം.